സൈസൺ, ഇതിപ്പോൾ BSF ജവാന് വീരമൃത്യു. കുറച്ചു മുമ്പ് നമ്മൾ വാർത്ത നൽകിയതാണ് BSFന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു കേന്ദ്ര സർക്കാർ എന്ന്. നിങ്ങൾ ഉചിതമായത് സ്വീകരിക്കൂ എന്ന മറുപടിയാണ് ഭാരത സർക്കാർ നൽകിയിരിക്കുന്നത്, സൈന്യം നൽകിയിരിക്കുന്നത്. അതേ BSFന് പരിക്കേൽക്കുന്നു. 7 BSF ജവാന്മാർക്ക് പരിക്കേൽക്കുന്നു, ഒരു BSF ജവാന് വീരമൃത്യു. അങ്ങനെയെങ്കിൽ ഇത് വെറുമൊരു ആക്രമണമല്ല, കരുതിക്കൂട്ടി തന്നെ ചെയ്യുന്നതാണ്. ഉണ്ടാകണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ വെറുതെ വിടാവുന്ന കാര്യമല്ലല്ലോ. തീർച്ചയായും കൃഷ്ണരാജ്, ആളഭയം ഉണ്ടാക്കണം. അതായത് ഒരു മരണം സംഭവിക്കുന്ന രീതിയിൽ വെടിയുതിർക്കുക എന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഈ വെടിയുതിർക്കുന്നതിൻ്റെ ചില പാറ്റേണുകളെല്ലാം തന്നെയുണ്ട്. അത് മനുഷ്യൻ്റെ ശരീരത്തിൽ വെടിയേൽക്കാത്ത രീതിയിൽ വെടിയുതിർത്ത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന നീക്കം നടത്തുക, അത്തരത്തിൽ പലതരത്തിൽ വെടിയുതിർക്കാൻ സാധിക്കുന്നുണ്ട്. അത് മരണം സംഭവിക്കാത്ത രീതിയിൽ ഒക്കെ തന്നെ പല രീതിയിലുള്ള വെടിയുതിർക്കുന്ന ടാക്ടിക്സുകൾ പ്രയോഗിക്കാറുണ്ട് സൈന്യം. പക്ഷേ ഒരാളുടെ മരണം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു സൈനികന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ഈ സൈനികൻ്റെ വീരമൃത്യുവിനെ കണക്ക് പറയിക്കേണ്ട സാഹചര്യം കൃത്യമായി ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. അത്തരത്തിലൊരു വീരമൃത്യു വരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു സൈനികൻ്റെ ജീവന് വില പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതിശക്തമായ തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഒരു BSF ജവാനാണ് ഇപ്പോൾ ഈ വീരമൃത്യു വരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവത്യാഗമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ സമാനമായ രീതിയിൽ പാക് റേഞ്ചേഴ്സിന് നേരെ അതിശക്തമായ ഒരു ആക്രമണം BSF ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനുമാവില്ല. തീർച്ചയായും അത്തരം ആ മേഖലകളാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ആർഎസ്പുര, അതായത് നേരത്തെ ഷെല്ലാക്രമണം നടന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ആക്രമണം നടന്ന പ്രദേശങ്ങളിൽ തന്നെ, അതായത് വെടിനിർത്തൽ നടക്കുന്നതിന് മുമ്പ്, വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടക്കുന്ന ആക്രമണം നടന്ന പ്രദേശങ്ങളിൽ തന്നെയാണ് വീണ്ടും BSFന് നേരെ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നതും ഇത്തരത്തിലൊരു ജവാന്റെ വീരമൃത്യുവിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായി ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് അത്തരത്തിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിച്ച് BSF തിരിച്ചടിക്കുന്നു എന്ന വാർത്തകൾ തന്നെ ലഭ്യമാകുന്നുണ്ട്. തീർച്ചയായും BSFൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ തിരിച്ചടി തങ്ങളുടെ ഒരു സൈനികൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ BSFൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വൻതോതിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ സമാന രീതിയിലുള്ള കാഷ്വാലിറ്റി അവിടെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിനും ഉണ്ടാകാനുള്ള സാധ്യത